ആരോഗ്യം ഒരു സമ്പത്താണ്. ശരീര സൗന്ദര്യ മത്സരത്തിൽ ലോക ചാമ്പ്യനാവുക എന്നത് അപൂർവമായ ഒരു ബഹുമതിയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് കഠിന പ്രയത്നത്തിലൂടെയും നിരന്തര പരിശ്രമത്തിലൂടെയും ലോക ചാമ്പ്യൻഷിപ്പിൽ 3ാം സ്ഥാനത്തെത്തിയ അപൂർവ വ്യക്തിത്വമാണ് ശ്രീ പീറ്റർ ജോസഫ്. അദ്ദേഹമാണ് പേഴ്സൺ ഓഫ് ദ വീക്ക് പ്രോഗ്രാമിൽ ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. നമസ്കാരം. എങ്ങനെയാണ് സാർ ഈ മേഖലയിലേക്ക് കടന്നു വന്നതിൻ്റെ തുടക്കം? ഒരു വെയിറ്റ് ലിഫ്റ്ററായിട്ടാണ് താങ്കൾ ഈ മേഖലയിൽ തുടങ്ങിയെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. എങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം എന്നൊന്ന് പറയാമോ? ഞാൻ ശരിക്കും 16 വയസ്സിൽ, അതായത് പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിക്കുന്ന സമയത്ത് ജിമ്മിൽ പോയി തുടങ്ങിയതാണ്. പെരുമ്പാവൂർ. അന്ന് ഇവിടെ ഒന്നും അങ്കമാലി ഭാഗത്തോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ സ്വദേശം നീലീശ്വരം മലയാറ്റ അടുത്താണ്. അപ്പോൾ അന്ന് പെരുമ്പാവൂരാണ് ആകെ ഒരു ചെറിയൊരു ജിമ്മുള്ളത്. അപ്പോൾ ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് കോളേജിൽ നിന്ന് പെരുമ്പാവൂർ പോയി അവിടെ പോയിട്ട് ഒരു ജിമ്മിൽ 16 വയസ്സ് തുടങ്ങിയതാണ്. അന്ന് ചെറിയ ബോഡി ഫിറ്റ്നസ് ജിമ്മിൽ സാധാരണ എല്ലാവരും ചെയ്യുന്നവരൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ കാലടി ശ്രീശങ്കര കോളേജിൽ ഡിഗ്രിക്ക് ജോയിൻ ചെയ്തു. അവിടെ വെച്ച് വെയ്റ്റ് ലിഫ്റ്റിംഗ്, അതായത് യൂണിവേഴ്സിറ്റിയിലൊക്കെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് ഉണ്ട്. അപ്പോൾ ഞാൻ വെയ്റ്റ് ലിഫ്റ്റിംഗ് തുടങ്ങി. അങ്ങനെ ഫസ്റ്റ് ഇയർ തന്നെ ഞാൻ കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി, വെയ്റ്റ് ലിഫ്റ്റിംഗ് ചാമ്പ്യനായി. പിന്നെ ശങ്കര കോളേജിൽ അവിടുത്തെ ബെസ്റ്റ് ഫിസിക് കോമ്പറ്റീഷന് മിസ്റ്റർ ശങ്കര പട്ടം നേടി. അങ്ങനെ അടുത്ത 2-3 വർഷവും ഡിഗ്രിക്ക് 3 വർഷവും ഞാൻ കേരള യൂണിവേഴ്സിറ്റി ചാമ്പ്യനായിരുന്നു തുടർച്ചയായിട്ട്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ UC കോളേജിൽ MA പഠിക്കുന്ന സമയത്തും അവിടെ നിന്നും യൂണിവേഴ്സിറ്റി ചാമ്പ്യൻഷിപ്പിൽ എല്ലാ വർഷവും ചാമ്പ്യനായിരുന്നു വെയ്റ്റ് ലിഫ്റ്റിംഗിൽ. അത് കഴിഞ്ഞ് MA കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും പാലാ സെൻറ് തോമസ് കോളേജിൽ വീണ്ടും ഒരു ഡിഗ്രി PG കോഴ്സിന് ചേർന്നിട്ട് അവിടെ ഞാൻ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റി ചാമ്പ്യനായി. അത് കഴിഞ്ഞ് ആണ് ശരിക്കും, അതുവരെ ഞാനൊരു പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി തലത്തിൽ മാത്രമേ നിന്നുള്ളൂ. പിന്നെ ജൂനിയർ സ്റ്റേറ്റ് ചാമ്പ്യനായി, ഓൾ ഇന്ത്യ ജൂനിയർ ചാമ്പ്യനായി. വെയ്റ്റ് ലിഫ്റ്റിങ്ങിൽ സീനിയർ ഞാൻ 2 നാഷണൽ ഗെയിംസിൽ, ഏഷ്യൻ നാഷണൽ ഡൽഹി നാഷണൽ ഗെയിംസിലും എറണാകുളം നാഷണൽ ഗെയിംസിലും കേരള ടീമിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് ടീമിൻ്റെ ക്യാപ്റ്റനായിരുന്നു ഞാൻ. പല പ്രാവശ്യം ഇന്ത്യൻ ചാമ്പ്യനായിരുന്നു. അത് കഴിഞ്ഞ് ഒരു 26-27 വയസ്സിൽ വെയ്റ്റ് ലിഫ്റ്റിംഗ് വിട്ടു. വെയ്റ്റ് ലിഫ്റ്റിംഗ് മേഖലയിൽ നിന്ന് വിട്ടുപോകാനായിട്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഞാൻ റെയിൽവേയിൽ എന്നെ വെയ്റ്റ് ലിഫ്റ്റിംഗ് ഇതിനകത്ത് എടുക്കുന്നതിന് മുൻപ്, ഞാൻ റെയിൽവേ ജോയിൻ ചെയ്യുന്നതിന് മുൻപ് ഞാൻ ശരിക്കും ഒരു വേൾഡ് റെക്കോർഡിൻ്റെ ഒപ്പമൊക്കെ ചെയ്യുമായിരുന്നു. അത് ഇപ്പോൾ ഇവിടുത്തെ പറയുമ്പോൾ ആൾക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം ആ ലെവലിൽ ഞാൻ അത്രത്തോളം എൻ്റെ ലക്ഷ്യം ഒരു ഒളിമ്പിക്സ് ആയിരുന്നു. ഒളിമ്പിക്സ് മെഡൽ തന്നെയായിരുന്നു. അപ്പോൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്ന അതിൻ്റെ സെലക്ഷൻ നടത്തുന്ന ആ ടൈമിൽ
ഇന്ത്യൻ ടീമിലേക്ക് കിട്ടുമെന്ന് 100% ഉറപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എന്നെ ഒരു അനാവശ്യമായ ഒരു റീസണിൽ വെച്ചിട്ട് ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നെ ഡീബാർ ചെയ്തു 2 വർഷത്തേക്ക്. ഓ ശരി ശരി. അപ്പം ഞാൻ ആ ഒളിമ്പിക്സിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്ത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ അന്നത്തെ പെർഫോമൻസ് വേൾഡ് ഒരു ഒളിമ്പിക്സിൽ മെഡൽ വരാവുന്ന അത്ര ഉണ്ടായിരുന്നു. അത് ശരി ശരി. ഞാൻ 110 സ്നാച്ചും 140 ജെർക്കും 56 കിലോ കാറ്റഗറി ചെയ്യുമായിരുന്നു. അത് ശരി ശരി. അന്ന് ഒളിമ്പിക്സ് ഫസ്റ്റ് വന്നത് ആ വെയിറ്റാണ്, ഗോൾഡ് മെഡൽ വന്ന ആ വെയിറ്റാണ്. അത് ശരി ശരി. പക്ഷേ എൻ്റെ അത് കണ്ടതോടെ ഞാൻ വളരെ നിരാശനാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ലെവൽ എത്താതിരുന്ന് എനിക്ക് ഒന്നും എത്താൻ പറ്റാതെ ഞാൻ വീട്ടിലിരുന്ന് കരയാണ് 2 വർഷം. അത് ശരി. ഞാൻ ചെയ്യാത്ത കുറ്റമാണ്, നമ്മളൊരു കുറ്റം ചെയ്തതല്ല, അത് എൻ്റെ കോച്ച് ചെയ്ത ഒരു മിസ്റ്റേക്കിന് കിട്ടിയത് പണിഷ്മെൻറ്റ് എനിക്കായി പോയി. അത് ശരി ശരി. അങ്ങനെ 2 വർഷം കഴിഞ്ഞ പിന്നെ എനിക്ക് വീണ്ടും റെയിൽവേയിൽ അവർ എന്നെ എടുത്തു. ഈ പണിഷ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം റെയിൽവേയിൽ ജോയിൻ ചെയ്തു, വെയിറ്റ് ലിഫ്റ്ററായിട്ട് കുറച്ച് കാലം ചെയ്തു. പിന്നെ കുറേ പരിക്കുകളൊക്കെ വന്നു. അങ്ങനെ പിന്നെ വെയിറ്റ് ലിഫ്റ്റിംഗ് ഒരു ഏജ് കഴിഞ്ഞാൽ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് പരിക്കുകൾ. ആ പരിക്കുകൾ വന്ന് ഞാൻ അതിങ്ങനെ അന്ന് മദ്രാസിലായിരുന്നു അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഞാൻ തിരിച്ച് പരിക്ക് കാരണം പിന്നെ പതുക്കെ നിർത്തിയിട്ട് നാട്ടിലേക്ക് വന്നു. കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞോട്ട് വെയിറ്റ് ലിഫ്റ്റിംഗ് എല്ലാം നിർത്തി, എല്ലാ സ്പോർട്സും നിർത്തി, അതിന് മുമ്പേ നിർത്തി. അപ്പം അത് കഴിഞ്ഞ് വർഷങ്ങൾ എനിക്ക് തോന്നുന്നത് ഒരു 39 വയസ്സ് വരെ ഞാൻ ഒന്നും ചെയ്ത ഒരു ആക്ടിവിറ്റി ഇല്ല. തിരിച്ചുവരവ് ഏത് കാലഘട്ടത്തിലായിരുന്നു? 40ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഞാൻ പിന്നെ വീണ്ടും വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്ക് അസാധ്യമായിട്ട് തോന്നി. അപ്പോൾ എനിക്കിവിടെ അങ്കമാലി ചെറിയ ജിംനേഷ്യൊക്കെ തുടങ്ങിയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു യുവാക്കൾക്കൊന്നും ഞാൻ പണ്ട് ചെയ്ത കാര്യങ്ങളൊന്നും അറിയില്ല. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു ഇത് കാണിച്ചു കൊടുക്കണം, നമ്മളൊരു ജിംനേഷ്യൊക്കെ ഉള്ളതല്ല. അപ്പം എന്ന് വിചാരിച്ച് ഞാൻ ബോഡി ബിൽഡിങ്ങിലേക്ക് തിരിഞ്ഞു. പണ്ടും ഞാൻ ഈ പറഞ്ഞ ബോഡി ബിൽഡിംഗ് കുറച്ച് ചെറിയ കോമ്പറ്റീഷനൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പ്രൊഫഷണൽ ചെയ്തില്ല മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അതിനകത്തും കഴിവുണ്ടായിരുന്നു പണ്ട്. ഞാൻ യൂണിവേഴ്സിറ്റി തലത്തിലൊക്കെ ചാമ്പ്യൻ ആയിരുന്നു പണ്ടൊക്കെ, കോളേജിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അവസാനം ഞാനൊരു ആ സമയത്ത് ഒരു മിസ്റ്റർ തമിഴ്നാട് വരുന്നു 92-ൽ. ഈ വെയിറ്റ് കാലത്ത് തന്നെ ഞാൻ മിസ്റ്റർ തമിഴ്നാടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ 40ാമത്തെ വയസ്സിൽ വീണ്ടും എനിക്ക് തോന്നി വന്നു ചെറിയ രീതിയിൽ ഡിസ്ട്രിക്ട് തലത്തിലൊക്കെ ചെയ്തു നോക്കാം. കാരണം അന്നൊക്കെ നല്ല വയറൊക്കെ ചാടി ഒരു വിധം ഫാറ്റി ആയിരുന്നു. വേറെ പ്രത്യേകിച്ച് ആക്ടിവിറ്റീസ് ഒന്നും ഇല്ലാതെ, എക്സസൈസ് കുറവായിരുന്നു. അപ്പോൾ അങ്ങനെ വീണ്ടും പതുക്കെ ചെയ്തു. ജില്ലാ തലത്തിൽ ഫസ്റ്റ് വന്നു, സ്റ്റേറ്റിൽ ഫസ്റ്റ് വന്നു, സൗത്ത് ഇന്ത്യ മിസ്റ്റർ സൗത്ത് ഇന്ത്യ ഫസ്റ്റ് വന്നു. 2002-ലാണെന്ന് തോന്നുന്നു സൗത്ത് ഇന്ത്യ ഫസ്റ്റ് വന്നു. പിന്നെ കുറേ കാലം ഗ്യാപ്പ് ഇട്ടു. വീണ്ടും 2009-ൽ തിരിച്ചു വന്നു. സ്റ്റേറ്റ് ഈസിയായിട്ട് ചാമ്പ്യനായി. നാഷണൽ 2010-ൽ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു അച്ചീവ്മെൻ്റ് ഞാൻ ഇപ്പോഴും കണക്കാക്കുന്നത്. 2010-ൽ എനിക്ക് 50 വയസ്സ് പൂർത്തിയാകുന്ന സമയമാണ്. ജയ്പൂർ വെച്ചിട്ട് മഹാരാജ പാലസിൻ്റെ മുമ്പിൽ വെച്ചിട്ടായിരുന്ന കോമ്പറ്റീഷൻ. അത് 2010-ൽ ഇന്ത്യയിലെ എല്ലാ യങ്സ്റ്റേഴ്സിനെയും ബീറ്റ് ചെയ്ത് ഞാൻ മിസ്റ്റർ ഇന്ത്യ ഫസ്റ്റ് വന്നു. അത് എനിക്ക് തോന്നുന്നത് മറ്റൊരു സ്പോർട്സിലും ലോകത്തിൽ ആർക്കും ഈ ഏജിൽ ചെയ്യാൻ പറ്റിയ യങ്സ്റ്റേഴ്സുമായിട്ട് മത്സരിച്ച് ഒരു നാഷണൽ ചാമ്പ്യൻ ആവുന്നത് വേറെ എങ്കിലും ഞാൻ കേട്ടില്ല. എന്തായാലും വേറൊരു ഗെയിമിലും കേട്ടിട്ടില്ല. അതാണ് ഈ കാര്യം. ഞാൻ അതിനുശേഷം 2011-ൽ ഏഷ്യ സിൽവർ മെഡൽ വന്നു, മാസ്റ്റേഴ്സ് ഏഷ്യ മിസ്റ്റർ ഏഷ്യ. 2012-ൽ വീണ്ടും ചൈനയിൽ വെച്ച് മാസ്റ്റേഴ്സ് മിസ്റ്റർ ഏഷ്യ സെക്കൻഡ് വന്നു. വീണ്ടും 2012-ൽ തന്നെ ബാങ്കോക്കിൽ വെച്ചിട്ട് വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ബ്രോൺസ് മെഡൽ വന്നു. ഇങ്ങനെയായിരുന്നു ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടുള്ള വിജയം. എങ്ങനെയായിരുന്നു? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പണ്ടുണ്ടായിരുന്ന ഒളിമ്പിക്സ് മെഡൽ എന്ന താല്പര്യം അത് എനിക്ക് ഇപ്പോൾ മറ്റുള്ളവർക്ക് പറയാമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ലക്ഷ്യം എന്തെങ്കിലും ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തു. നമ്മളത് നല്ല രീതിയിലായിരുന്നു. എന്ത് പരാജയം പറ്റിയാലും നമ്മളത് എന്തെങ്കിലും അത് തിരിച്ചു വരും എന്നാ എനിക്കിപ്പോൾ തോന്നുന്നത്. എന്തുകൊണ്ട് ഞാൻ വീണ്ടും വേൾഡ് മെഡൽ വാങ്ങിച്ചു എന്ന്, അത് 52ാമത്തെ വയസ്സിലാണ് വേൾഡ് മെഡൽ വാങ്ങുന്നത്. അപ്പൊ അത് ഒരു വിധിയായിരിക്കാം, അല്ലെങ്കിൽ നമ്മള് ഹാർഡ് വർക്കും ലക്ഷ്യബോധം ഉണ്ടെങ്കിൽ അത് എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും എന്നാ എനിക്ക് തോന്നുന്നത്. ശരി. എങ്ങനെയാണ് ഇപ്പോൾ ന്യൂ ജനറേഷൻ എല്ലാം ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിന് ഭയങ്കര ക്രേസാണ് ശരിക്കും. നമ്മുടെ നാട്ടിൽ വന്നു തുടങ്ങിയിട്ടുള്ളൂ. നോർത്ത് ഇന്ത്യയിലും അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ ഭയങ്കര ക്രേസാണ് യുവാക്കൾക്ക്. അത് നല്ലൊരു ലക്ഷണമാണ്. കാരണം നമ്മുടെ നാട്ടിൽ രോഗികളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന സമയം. അതായത് രോഗികളാവുന്നതിൻ്റെ മെയിൻ കാരണം ഫിസിക്കൽ വർക്ക് ഇല്ലാത്തതിൻ്റെ തന്നെയാണ്. ആ ഫിസിക്കൽ വർക്ക് ഇല്ല. രണ്ടാമത്തത് തോന്നിയ ഭക്ഷണം കഴിക്കുക. പക്ഷെ ബോഡി ബിൽഡിംഗ് നിങ്ങളൊരു ജിമ്മിൽ പോയി തുടങ്ങി കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ എത്രത്തോളം നല്ല ഫിസിക്കൽ വർക്ക് ചെയ്യണം. രണ്ടാമത്തത് നമ്മൾ കറക്റ്റായിട്ടുള്ള ഫുഡ് കഴിക്കണം. നമ്മൾ അനാവശ്യമായിട്ടുള്ള അവോയ്ഡ് ചെയ്യണം, ആവശ്യമുള്ളത് കൂടുതൽ കഴിക്കണം. അപ്പം അതിനുള്ള നിർദ്ദേശങ്ങൾ സാധാരണ നല്ല ജിമ്മിൽ നിന്ന് കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഡിസിപ്ലിൻഡ് ആയിട്ട് നടക്കാനുള്ള ഒരു നിർദ്ദേശം, അങ്ങനെ ഒരു ടെൻഡൻസി പൊതുവെ യുവാക്കൾക്ക് വരും. കാരണം
അലമ്പി നടക്കുന്നവന് ഒരിക്കലും ശരീരം നന്നാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ സ്വന്തം ശരീരത്തിനോട് കൂടുതൽ ഇത് താല്പര്യം കാണിക്കുമ്പോൾ തീർച്ചയായിട്ടും ഡിസിപ്ലിൻഡ് ആവാൻ തനിയെ ടെൻഡൻസി വരും. അനാവശ്യമായ പ്രശ്നങ്ങൾക്ക് പോവില്ല, പുകവലി അവോയ്ഡ് ചെയ്യും, അല്ലെങ്കിൽ മദ്യപാനം അവോയ്ഡ് ചെയ്യും. അപ്പം അതിനുള്ള സാധ്യത വളരെയേറെയാണ്. ശരിക്കും പറഞ്ഞാൽ ഹെൽത്ത് ക്ലബ്ബുകൾ അതിനു വേണ്ടിയിട്ട് ഒത്തിരി 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 കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിന് സർക്കാരിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോത്സാഹനം കിട്ടുന്നുമില്ല, കൊടുക്കുന്നുമില്ല അവര്. ശരി ശരി. ഇപ്പൊ ഇത്രയും ഒരു അച്ചീവ്മെന്റിന് പിന്നിൽ ഒരു കഠിനമായിട്ടുള്ള ഒരു പ്രയത്നം എന്തായാലും ഉണ്ടാവുമല്ലോ. ഒരു ദിവസം ഇതിനു വേണ്ടി എത്ര സമയം ഒരു വർക്കൗട്ടിന് വേണ്ടിയൊക്കെ താങ്കൾ മാറ്റിവെക്കുന്നുണ്ട്? ഒരുപക്ഷെ എനിക്ക് എൻ്റെ പ്രായത്തിൽ ഇപ്പോൾ ഒരു ചെറുപ്പക്കാരൻ ചെയ്യുന്നതിനേക്കാളും 2 ഇരട്ടിയെങ്കിലും കൂടുതൽ പ്രയത്നം ഞാൻ ചെയ്യണം. കാരണം എനിക്കിപ്പോൾ 54 വയസ്സായി. 54 വയസ്സിൽ ഞാൻ ഇപ്പോഴും യങ്സ്റ്റേഴ്സായിട്ട് ഓൾ ഇന്ത്യ തലത്തിൽ യങ്സ്റ്റേഴ്സായിട്ട് തന്നെ മത്സരിക്കുന്നത്. ഇപ്പോഴും ഞാൻ ഫൈനൽ റൗണ്ട് വരെ വളരെ ഈസി ആയിട്ട് എത്തും. ഫൈനൽ റൗണ്ടിലാണ് എനിക്ക് ടഫ് വരുന്നത്. പക്ഷേ ഞാൻ 2011-ലും 12-ലും എല്ലാം സെക്കൻഡ് വന്നിരുന്നു. ഓൾ ഇന്ത്യ സെക്കൻഡ് വന്നു, 2010 ഫസ്റ്റ് വന്നു, 11, 12, 13 വരെ സെക്കൻഡ് വന്നു ഓൾ ഇന്ത്യ ലെവലിൽ. അപ്പം അവർ ചെയ്യുന്നതിൻ്റെ ഇരട്ടി പ്രയത്നം ഞാൻ ചെയ്യണം. അതുപോലെ തന്നെ അതിൻ്റെ ഡയറ്റിംഗ് ആയാലും ഇപ്പോൾ ഫാറ്റ് മാക്സിമം ഫാറ്റ് ശരീരത്തിൽ നിന്ന് കളയാമെന്നുള്ളതാണ് ബോഡി ബിൽഡിങ്ങിൻ്റെ ഒരു മെയിൻ ക്രൈറ്റീരിയ. മസിലിൻ്റെ ബിൽഡിംഗ് പോലൊപ്പം തന്നെ ഫാറ്റ് എത്രത്തോളം കുറയ്ക്കുന്നോ അത്രത്തോളം ആണ് നമുക്ക് മാർക്ക് കിട്ടുള്ളൂ സ്റ്റേജിൽ വരുമ്പോൾ. അപ്പോൾ ആ ഫാറ്റ് കളയാനായിട്ട് എന്തെല്ലാം മാർഗങ്ങൾ ലോകത്തിലുണ്ട് അതെല്ലാം ഞങ്ങൾ അവലംബിക്കും. പക്ഷേ അത് ഫാറ്റ് കളയാൻ ലോകത്തിൽ വേറെ എളുപ്പമാർഗങ്ങളൊന്നുമില്ല. അതൊരു മിഥ്യാധാരണയാണ്. ഒരുപാട് പരസ്യങ്ങളും ഇതിനു വേണ്ടിയിട്ട് ഒത്തിരി തട്ടിപ്പുകൾ നടത്തുന്നുണ്ട് ലോകത്തിൽ. ഞാൻ കാണുന്നത് മുഴുവൻ അതായത് അനാവശ്യമായി ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയെല്ലാം കുറയ്ക്കാം എന്ന് എക്സാജറേറ്റ് ചെയ്തുകൊണ്ട് ഇല്ലാത്ത പല പ്രോഡക്റ്റുകളോ അല്ലെങ്കിൽ മരുന്ന് കഴിച്ചാൽ മാറും, അങ്ങനെ മാറും, ഇങ്ങനെ ഇരുന്ന് കറങ്ങിയാൽ മാറും, അല്ലെങ്കിൽ ചൂടാക്കിയാൽ മാറും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒത്തിരി തെറ്റിദ്ധരിപ്പിച്ചിട്ട്, കാരണം ജനങ്ങൾക്ക് ബുദ്ധിമുട്ടാതെ ഫാറ്റ് കുറയ്ക്കണം, ഹെൽത്തി ആവണം, ബുദ്ധിമുട്ടാതെ ചെയ്യാവുന്ന ക്യാപ്സ്യൂൾ പരുവത്തിൽ കൊടുക്കാമെന്ന് ഓഫർ ചെയ്തിട്ട് അത് അങ്ങനെ ഒരു സംഭവം ഇല്ല, യഥാർത്ഥത്തിൽ ഇല്ല. പിന്നിൽ ഒരുപാട് സ്റ്റീറോയിഡ്സ് അടങ്ങിയ മരുന്നുകളെല്ലാം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നു. സ്റ്റീറോയിഡ്സ് ബോഡി ബിൽഡിങ്ങിലോ അല്ലെങ്കിൽ വെയിറ്റ് ലിഫ്റ്റിങ്ങിലോ മാത്രമല്ല, ലോകത്തിലുള്ള മിക്കവാറും എല്ലാ ഗെയിമിലും തന്നെ സ്റ്റീറോയിഡ്സ് കുറേയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അതിന്റെ ഗുണം അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഷോർട്ട് ടൈമിൽ കൂടുതൽ പെർഫോമൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആളുകൾ ചെയ്യുന്ന ഒരു പ്രക്രിയയാണത്. അപ്പം അത് ഇതിന് വലിയ സൈഡ് എഫക്റ്റ് ഉണ്ടാവുന്നില്ലേ? വലിയ സൈഡ് എഫക്റ്റ് എന്ന് പറയാൻ പറ്റില്ല. സ്റ്റിറോയിഡ്സ് എന്ന് പറയുന്ന ഒരു കില്ലിംഗ് മെഡിസിൻ ഒന്നുമല്ല, അതൊരു ലൈഫ് സേവിങ് മെഡിസിൻ ആണ് ശരിക്കും. പക്ഷെ അത് ഓവർ ഡോസ് ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു പക്ഷേ എന്തെങ്കിലും സൈഡ് എഫക്റ്റ് വരാം. കാരണം ഇത് 1-2 ദിവസം കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്റ്റിറോയിഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു റിസൾട്ട് ഉണ്ടാവില്ല. ഒരു ലോങ് പീരീഡ് ഉപയോഗിച്ചാൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ലോങ് പീരീഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് സൈഡ് എഫക്റ്റ് ഉണ്ടാകും എന്ന് മെഡിക്കൽ ഫീൽഡൊക്കെ പറയുന്നുണ്ട്. അത് പക്ഷെ വളരെ ചുരുക്കം പേർക്ക് മാത്രമേ അങ്ങനെ. ഇന്നിപ്പോൾ ലോകത്തിൽ ഒത്തിരി പേര് എല്ലാ ഗെയിമിലും തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പവർ ഗെയിമിൽ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, അത്ലറ്റിക്സിലും സൈക്ലിങ്ങിലും സ്വിമ്മിങ്ങിലും എല്ലാം ഉപയോഗിക്കുന്നുണ്ട്. കാരണം അവരെല്ലാവരും പലരും പിടിക്കുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം ഈ ഹോർമോൺസും ഇതുപോലെ കൃത്രിമമായിട്ടുള്ള ഹോർമോൺസും ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നതായിട്ട്. ഹോർമോണാണ് സ്റ്റീറോയിഡ് എന്ന് പറഞ്ഞാൽ ഹോർമോൺ തന്നെയാണ്. നമ്മുടെ മെയിൽ ഹോർമോണിനെ ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ സ്റ്റീറോയിഡിന്റെ പിന്നിലുള്ളത്. പല രീതിയിലും പല അതിന്റെ തന്നെ പല വകഭേദങ്ങളുണ്ട് ഹോർമോൺ തന്നെ. അത് പല മരുന്നുകളും എല്ലാത്തിന്റെയും മെയിൻ സംഭവം നമ്മളെ മെയിൽ ഹോർമോണിനെ ഉത്തേജിപ്പിച്ചിട്ട് ലേഡീസ് ഉപയോഗിക്കുന്നുണ്ട്. ലേഡീസ് ഉപയോഗിക്കുമ്പോൾ ആണുങ്ങളുടെ മെയിൽ ഹോർമോണാണ് കൂടുതൽ ചെയ്യുന്നത്. അപ്പോൾ ലേഡീസ് കൂടുതൽ മാൻലി ആവും, അവർക്ക് പവർ കൂടും, അവർ സൗണ്ടിലൊരു വ്യത്യാസം വരും, അവർ ഫിസിക്കൽ അപ്പിയറൻസ് കുറച്ച് വ്യത്യാസം വരും. പക്ഷെ ഒരിക്കലും ആണുങ്ങളുമാരാവില്ല. പക്ഷെ അത് മാറ്റം വരും. അപ്പോൾ ജെൻസ് അത് കൂടുതൽ ഉപയോഗിക്കുമ്പോൾ ആ മാൻലിനെസ് കൂടും, സാധാരണക്കാലം കൂടും, വിശപ്പ് കൂടും. അപ്പോൾ കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ പറ്റും. കൂടുതൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് ആ സൈക്ലിങ്ങിന് നടന്നുകൊണ്ടിരിക്കും, കൂടുതൽ ഭക്ഷണം കഴിക്കും, കൂടുതൽ വർക്കൗട്ട് ചെയ്യും, അപ്പോൾ പെർഫോമൻസ് പതുക്കെ കൂടും. അതാണ് താങ്കൾ ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണോ? ഞാൻ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല. കാരണം അത് കൃത്രിമമാണ്. ഇപ്പം എൻ്റെ സമയത്ത് ഞാനിത് എൻ്റെ ഈ ഏജിൽ ഇപ്പോഴും പിടിച്ചു നിൽക്കുന്നത് ഒരു പക്ഷേ ഇതൊന്നും ഉപയോഗിക്കാത്തതുകൊണ്ടായിരിക്കും. ഞാൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ കുറച്ചു കാലം കൊണ്ട് നമ്മുടെ പെർഫോമൻസ് കളയും. അതായത് സ്റ്റിറോയിഡ് ഉപയോഗിക്കുന്ന ഇപ്പോഴത്തെ യങ് ജനറേഷൻ നമുക്ക് അറിയാം, കുറച്ചു കാലം 10-25 ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്കും അവരെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരാണ്. അത് പക്ഷേ ഒരു ഏജിങ് പെട്ടെന്ന് ആക്കി കളയും. നമ്മുടെ പെർഫോമൻസ് ഒരു പീരീഡ് കഴിഞ്ഞാൽ പീക്കിൽ വരും, പിന്നെ കീബോർഡ് പോകും.
ശരി ശരി. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ നാച്ചുറൽ ഫുഡാണ് കൂടുതൽ കഴിക്കുന്നത്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് ഫ്രൂട്ട്സ് ആണ്, ജൈവ ഫ്രൂട്ട്സ് ആണ് കൂടുതൽ കഴിക്കുന്നത്. അത് ശരി. ഇതിന്റെ എല്ലാം ലഭ്യത താങ്കൾ ഞാൻ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ പറമ്പിലുണ്ടാകുന്ന ഏതെല്ലാം പഴങ്ങളുണ്ടെങ്കിലും അത് ഫ്രൂട്ട് അല്ലെങ്കിൽ വെജിറ്റബിൾ, പ്രത്യേകിച്ച് ഫ്രൂട്ട്സ് ഒരുപാട് കഴിക്കും. പിന്നെ നോൺ വെജ് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പ്രോട്ടീൻ കൂടുതൽ വേണം, നോൺ വെജ് കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സപ്ലിമെന്റ്സും കഴിക്കും. കാരണം ഒരു ഫുഡ് സപ്ലിമെന്റ്സ് ഇത് പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് ഫുഡ് സപ്ലിമെന്റ് ആണ്. അത് തെറ്റിദ്ധരിക്കപ്പെടുന്നുണ്ട്. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് സ്റ്റീറോയിഡ് ആണെന്നുള്ള പല ധാരണകളും പലയിടത്തും ഉണ്ട്. അതല്ല, പ്രോട്ടീൻ സപ്ലിമെന്റ് ഇല്ലാതെ ഒരു കാരണവശാലും ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് ഒരു സ്പോർട്സ്മാൻ എത്താൻ പറ്റില്ല. അപ്പം അത് അത്യാവശ്യമാണ് ശരിക്കും. അതുപോലെ തന്നെ ഫുഡിൽ നിന്നുള്ള മാക്സിമം പ്രോട്ടീൻ കൺസംഷനും വൈറ്റമിൻസ് ഉള്ളതും മിനറൽസ് ഉള്ളതും ഫൈബർ ഉള്ളതും എല്ലാം കൂടുതൽ കഴിക്കണം. വെജിറ്റബിളും ഫ്രൂട്ട്സും ഞങ്ങൾ കൂടുതൽ കഴിക്കും. ഒരുപാട് അരി ഭക്ഷണം കഴിക്കില്ല, അരിയാഹാരം ഒരുപാട് കഴിക്കില്ല. കാർബോഹൈഡ്രേറ്റ്സ് ലെസ് കലോറി ഫുഡ്, മാക്സിമം പ്രോട്ടീൻ, വൈറ്റമിൻസ് ആൻഡ് ഫൈബേഴ്സ്. അത് കമ്പൽസറി ആയിട്ടും നോക്കണം നമ്മൾ. ഇനിയിപ്പോ എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി എന്താണ് അടുത്തൊരു ലക്ഷ്യം? ഞാൻ ഈ വർഷം ഒരു വേൾഡ് ചാമ്പ്യനായി നിർത്താമെന്നുള്ള പ്ലാനിലൊക്കെ ആയിരുന്നു. പക്ഷേ എൻ്റെ കാൽക്കുലേഷൻ കുറച്ചൊക്കെ തെറ്റി. കാരണം എൻ്റെ ഏജിൽ നമുക്കൊരു ഫിക്സഡ് ടൈം വെച്ചിട്ട് ആ സമയത്തിനുള്ളിൽ ഫാറ്റ്, ഇപ്പോൾ ഓഫ് സീസണിൽ ഫാറ്റ് കുറെ കയറും. നമ്മൾ എല്ലാ വർഷവും കഴിക്കും, അപ്പോൾ വെയിറ്റ് കൂടും, ഫാറ്റും കയറും. അതൊരു പെട്ടെന്ന് ഒരു പർട്ടിക്കുലർ മാസം നമ്മൾ കുറയ്ക്കാമെന്ന് വിചാരിച്ചാൽ ആ കാൽക്കുലേഷൻ കറക്റ്റ് ആവില്ല. അതിപ്പോൾ എനിക്ക് ഈ കഴിഞ്ഞ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് മനസ്സിലായി. ഈ 2014 വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ ഞാൻ പങ്കെടുത്തു, ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. എനിക്ക് 4ാം സ്ഥാനം എത്തി. ഞാനവിടെ ചാമ്പ്യനായിട്ട് നിർത്താമെന്നുള്ള ഒരു ധാരണ ഉണ്ടായിരുന്നു. എനിക്ക് കയ്യെത്താ ദൂരത്ത് തന്നെയാണ് ചാമ്പ്യൻഷിപ്പ്. പക്ഷേ എൻ്റെ കാൽക്കുലേഷൻ തെറ്റി, എൻ്റെ ഫാറ്റ് ഫുള്ളായിട്ട് പോയില്ല. കാരണം ഈ ഏജിന്റെ പ്രശ്നമാണത്. ഇപ്പോൾ ഞാൻ ആ പെർഫോമൻസിലേക്ക് എത്തി 3 മാസം ശേഷം. അപ്പൊ എനിക്കിപ്പോ തോന്നുന്നു ഈ കണ്ടീഷനിലായിരുന്നെങ്കിൽ ഞാൻ ചാമ്പ്യൻ ആയേനെ, അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്ന ഈ പെർഫോമൻസ് കളയാതെ ഒരു വർഷം കൂടി, ഒരു 5-8 മാസം കൂടി അടുത്ത നവംബർ വരെ കീപ്പപ്പ് ചെയ്യാം, എന്നിട്ട് ഒരു ഫൈറ്റ് കൂടി കൊടുക്കാന്നുള്ള ധാരണയുണ്ട്. താങ്കളുടെ ഈ അങ്കമാലി തുടങ്ങിയ ജിംനേഷ്യം എങ്ങനെ പോകുന്നു? അപ്പോൾ എന്താണ് അതിനെക്കുറിച്ച്, എങ്ങനെയാണ് യൂത്തിന്റെ ഒരു പ്രതികരണം എങ്ങനെയാണ്? അതായത് ഇപ്പം പൊതുവേ യുവാക്കൾക്കും അതുപോലെ തന്നെ യുവാക്കൾക്ക് ബോഡി ബിൽഡിങ്ങിലും അല്ലെങ്കിൽ ബോഡി ഫിറ്റ്നസ്സും ബോഡി ഷേപ്പ് ചെയ്യുന്നതിലും മസ്കുലർ ആവുന്നതിലും താല്പര്യം ഒത്തിരി കൂടിയിട്ടുണ്ട്. അതിന് കൂടിക്കൊണ്ടേയിരിക്കും. ഞാൻ പറഞ്ഞ പോലെ നല്ലൊരു ട്രെൻഡാണത്. അതായത് ആരോഗ്യമുള്ള ഒരു ജനത ഉണ്ടാകുവാനുള്ള നല്ലൊരു ട്രെൻഡാണ്. ഇപ്പോൾ ആരോഗ്യം അതിൻ്റെ ഏറ്റവും മോശമായ കണ്ടീഷനിലേക്ക് പൊതുജനത്തിൻ്റെ ആരോഗ്യം പോയി കഴിഞ്ഞു. ഇപ്പോഴത്തെ ഒരു ഫാസ്റ്റ് പേസ് ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ ഒരുപാട്, അതായത് ഒത്തിരി മാറ്റേണ്ട നമ്മൾ ഈ ജീവിത രീതികൾ, ലൈഫ് സ്റ്റൈല് മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് നമുക്കറിയാം എത്രയോ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ രോഗികളും ക്യാൻസർ പേഷ്യൻസും ഹാർട്ട് പേഷ്യൻസും അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യൻസും എല്ലാം ഏറ്റവും കൂടുതലുള്ള കേരളത്തിലാണ്. അതിന്റെ കാരണം നമ്മുടെ ജീവിത രീതിയിൽ ശാരീരിക അധ്വാനം ഇല്ലാത്ത ഒരവസ്ഥ, രണ്ടാമത്തത് ഭക്ഷണക്രമം, വളരെ മോശമായ ഭക്ഷണ രീതിയാണ് നമ്മുടെ കേരളത്തിലത്. ഇവർക്കൊരു ശരിക്കും ഡയറ്റിംഗ് ക്രമം ഒന്ന് പറയാൻ കഴിയുമോ? താങ്കൾ അനുവർത്തിച്ച് പോരുന്ന അല്ലെങ്കിൽ ഫോളോ ചെയ്ത്? അതായത് ഞാൻ ആദ്യം ഫിസിക്കൽ എക്സസൈസിന്റെ കാര്യം തന്നെ പറയാം. ഇപ്പൊ മനുഷ്യന്റെ ശരീരം, നമ്മുടെ ശരീരം ഇന്ന് ഫോം ചെയ്ത് വന്നിരിക്കുന്നത് നമ്മൾ ഇന്ന് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റീസും ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ഇത് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട്, അതായത് വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത്, ഹാർഡ് ലേബർ ചെയ്ത് മനുഷ്യൻ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒത്തിരി അധ്വാനം ചെയ്ത് അങ്ങനെ ഫോം ചെയ്ത് പോന്നിരിക്കുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മനുഷ്യൻ്റെത്. എല്ലാ മസിലുകളും, എല്ലാ ജോയിൻസും, നമ്മുടെ കാലിൻ്റെ വിരൽ മുതൽ തലയുടെ കഴുത്ത് വരെയെങ്കിലും എല്ലാ മസിലുകളും അത്രയേറെ ഹാർഡ് വർക്ക് ചെയ്ത് അങ്ങനെയാണ് ഈ സിസ്റ്റം ഫോം ചെയ്ത് വന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട്, ഇന്നലെ തുടങ്ങിയതല്ല. അപ്പൊ ആ സിസ്റ്റത്തിലാണ് നമ്മുടെ ഹോർമോൺസ് എല്ലാം വർക്ക് ചെയ്യുന്നത്. അപ്പം അത് എല്ലാം ഇന്ന് നേരെ സീറോയിലേക്ക് പോയി. നമ്മൾ എല്ലാ മെഷീനറികളും ഏൽപ്പിച്ചിട്ട് കമ്പ്യൂട്ടറിന്റെ മുമ്പിലും, കമ്പ്യൂട്ടറൊക്കെ ശരിക്കും പറഞ്ഞാൽ മുൻപിലിരിക്കുന്ന വ്യക്തി എന്നുള്ള ശാരീരികമായിട്ട് യാതൊരുവിധ അധ്വാനം വരുന്നില്ല. ശരിയാണ്. നടുവെല്ലാം വളഞ്ഞു പോകും, കുറച്ച് കഴിയുമ്പോൾ എണീക്കാൻ പറ്റാത്ത കണ്ടീഷനിലാവും. അതായത് ഏതൊരു മനുഷ്യന്റെ ശരീരത്തിലെ എല്ലാ ജോയിന്റ്സിന്റെയും സപ്പോർട്ട് എന്ന് പറയുന്നത് അതിന്റെ ചുറ്റിലുള്ള മസിലാണ്. തീർച്ചയായിട്ടും. ആ മസിൽ ഇല്ലെങ്കിൽ ഒരു ജോയിന്റ്സിനും ഒരു ബലവുമില്ല. അത് വെറുതെ ഒരു കുളത്ത് പോലെ ആയിരിക്കും. അതിനെ സ്ട്രെങ്തൻ ചെയ്യുന്ന അധ്വാനം നമ്മൾ കൊടുത്തില്ലെങ്കിൽ, പണ്ടൊക്കെ ഇത് ആരും പ്രത്യേകിച്ച് എക്സസൈസ് എന്നുള്ള രീതിയിൽ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായില്ല. പാടത്തും പറമ്പിലും അവന് കഴിക്കാൻ ഭക്ഷണം വേണമെങ്കിൽ അവൻ അധ്വാനിച്ചേ പറ്റൂ. തീർച്ചയായിട്ടും. അതിൽ നിന്നുള്ള അധ്വാനത്തിൽ നിന്നുള്ള ഭക്ഷണമാണ് കഴിച്ചുകൊണ്ടിരുന്നത്.
ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. കമ്പ്യൂട്ടറിൻ്റെ മുമ്പിലിരുന്നാലും ഓഫീസിലിരുന്നാലും വെറുതെ ഒരു കടയിലിട്ടിരുന്നാലും അതിന് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടും. അപ്പോൾ മനുഷ്യന് അധ്വാനിക്കുന്നുള്ള ടെൻഡൻസി തന്നെ മാറിപ്പോയി. ഒരു മസിലുകളും വർക്ക് ചെയ്യാതായി. മസിലുകൾ വർക്ക് ചെയ്യാണ്ടായി കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഏജിങ് വരും. അതായത് ഏജിങ്ങിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മനുഷ്യൻ സാധാരണ രീതിയിൽ 18 വയസ്സ് കഴിഞ്ഞാൽ മനുഷ്യൻ്റെ യുവത്വം ഉണ്ടാക്കുന്ന ഹോർമോൺസ് എല്ലാം തീർന്നു പോകും, സ്ലോ ഡൗൺ ചെയ്യും. അത് കഴിഞ്ഞാൽ ഏജിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ 18 വയസ്സ് കഴിഞ്ഞാൽ വളരെ അതായത് പിന്നീട് ആ ഹോർമോൺസ് തിരിച്ച് പഴയ പോലെ ഉണ്ടാവണമെങ്കിൽ ഒരേ ഒരു പ്രക്രിയയുള്ളൂ. അതായത് വിതിൻ 45 സെക്കൻഡ്സ്, 3/4 മിനിറ്റിനുള്ളിൽ മാക്സിമം മസിൽ പവർ ഉപയോഗിക്കുന്ന വർക്കുകൾ, അങ്ങനെയുള്ള വർക്കുകൾ നമ്മൾ ചെയ്താൽ മാത്രമേ പിന്നീട് ഈ ഹോർമോൺസ് പഴയ പോലെ ഉണ്ടാവുകയുള്ളൂ. ഗ്രോത്ത് ഹോർമോൺ എന്ന് പറയുന്നത് ശരിക്കും അത് ആക്റ്റീവായിരിക്കും. ആ ഹോർമോൺ ഉണ്ടെങ്കിൽ മസ്കുലർ ആയിരിക്കും, നമ്മൾ ആക്റ്റീവ് ആയിരിക്കും, അതുപോലെ തന്നെ ഏജിങ് ഉണ്ടാവില്ല, ശരീരത്തിൽ കുറവായിരിക്കും. ഇപ്പോൾ അതായത് പണ്ട് കാലത്ത് മനുഷ്യൻ ചെയ്തിരുന്നത് ഭാരമുള്ള സാധനങ്ങൾ തുമലിൽ കയറ്റുന്നത്, തലയിൽ കയറ്റുന്നത്, മരത്തിൽ പിടിച്ച് തൂങ്ങുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആക്ടിവിറ്റീസ് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ മസിലുകളും ഹാർഡായിട്ട് വർക്ക് ചെയ്യും, വളരെ ഹാർഡായിട്ട് വയ്ക്കും. തലയിൽ ഒരു സാധനം പിടിച്ചു വെക്കുകയാണെങ്കിൽ അതിന് മാക്സിമം സ്ട്രെങ്ത് ഉപയോഗിച്ചിരിക്കും, പല പ്രാവശ്യം, ആയിരക്കണക്കിന് പ്രാവശ്യം ഒരു ദിവസം ചെയ്യും. അത് എൻ്റെ സയന്റിഫിക് സിസ്റ്റമാണ് ഇന്ന് ജിംനേഷ്യങ്ങളിൽ ചെയ്യണത്. പക്ഷേ അതിനേക്കാളും ഒരുപാട് യൂട്ടിലിറ്റി ഉണ്ട്. അത് കൃത്യം നമ്മൾ ഓരോ മസിലുകൾക്കും പർട്ടിക്കുലർ മെഷീനറിയാണ്, സിസ്റ്റമാറ്റിക് ആണ്. അപ്പോൾ ഓരോ മസിലിനെയും എത്ര വേണമെങ്കിലും മാക്സിമം ബലപ്പെടുത്താം, അതിന് ചാൻസ് ഉണ്ട് അവിടെ. അപ്പോൾ ആ സിസ്റ്റത്തിൻ്റെ പഴയ സിസ്റ്റത്തിൻ്റെ സയന്റിഫിക് വർക്കാണ് ജിംനേഷ്യങ്ങൾ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ 54ാമത്തെ വയസ്സിലും ഇന്ത്യയിലെ യുവാക്കളെ മുഴുവൻ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എൻ്റെ ശരീരത്തിൽ 20 വയസ്സാളുടെ 22-23 വയസ്സായ യുവാക്കളുടെ ഹോർമോൺ ഉണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്ക് അവരുമായിട്ട് മത്സരിക്കാനുള്ള സാധ്യത ഇല്ല. അത് വരുന്നത് ഞാൻ ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷെ നമ്മളുടെ സമൂഹത്തിലെ ആളുകൾക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണയില്ല, തെറ്റിദ്ധാരണയാണ്. ഇതൊരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ വർക്കുകളൊന്നും ചെയ്യാൻ പാടില്ല, പിന്നെ ആയാസപ്പെട്ടുള്ള വ്യായാമം ചെയ്യരുത്, 30-40 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെയ്യരുത് എന്നുള്ളൊരു എന്താണ് അങ്ങനെ വന്നിരിക്കുന്നത് അറിയില്ല. പല ലോബികളും അത് അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവരുടെ സാധനങ്ങൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ യഥാർത്ഥത്തിൽ നമ്മൾ ഏജിങ് ആവുന്നിടത്തോളം പരമാവധി ശരീരത്തിന് അധ്വാനം കൊടുക്കുന്നതാണ് ഫിറ്റ്നസ് കീപ്പ് ചെയ്യാനും ഏജിങ് കൂടുതൽ വരാതിരിക്കാനും നമുക്ക് അസുഖങ്ങൾ വരാതിരിക്കാനും ഏറ്റവും നല്ലത്. അതിന് ഏറ്റവും ഈസി ആയിട്ടുള്ള മാർഗം ജിമ്മിൽ പോകുന്നത് തന്നെയാണ്. നമ്മൾ പറയും നടന്നാൽ മതി, നടന്നാൽ കുറച്ച് എക്സസൈസ് ചെയ്തിട്ട് ഓക്കെ, നടത്തി ഒരു മിനിമം എക്സസൈസ് ആണ്. പക്ഷെ ശരീരത്തിന്റെ മറ്റുള്ള മസിലുകൾ വർക്ക് ചെയ്യണമല്ലോ, എല്ലാ ഭാഗത്തുള്ള പാർട്സും, എല്ലാ മസിലുകളും വർക്ക് ചെയ്യണം, എല്ലാ മസിലുകൾക്കും പ്രോപ്പർ ആയിട്ടുള്ള വർക്ക് കിട്ടണം. ഇപ്പൊ ഞങ്ങൾ ചെയ്യുന്നത് ആ ഒരു മോഡലായിട്ട് മാക്സിമം മസിലുകളെ ഏറ്റവും എത്രത്തോളം ഷേപ്പും വലിപ്പം ആക്കാൻ പറ്റും എന്ന് പൊതുജനങ്ങളെ കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടുകൊണ്ട് യങ് ജനറേഷൻ അത് ഞങ്ങളെ പോലെ ആകാൻ വേണ്ടിയിട്ട് കുറേയൊക്കെ വർക്ക് ചെയ്യും. അവർക്ക് കുറച്ചൊക്കെ ഷേപ്പും ഫിറ്റ്നസും വരും. അവർക്ക് ആരോഗ്യന്മാരായിട്ട് ഓട്ടോമാറ്റിക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയും അച്ചീവ്മെൻ്റെല്ലാം നേടിക്കഴിയുമ്പോഴും എങ്ങനെയാണ് ഫാമിലി എന്നുള്ളൊരു പിന്തുണ, എങ്ങനെയാണ് സപ്പോർട്ട്, എങ്ങനെയാണ്? ഫാമിലി തീർച്ചയായിട്ടും കുറേയൊക്കെ സഫർ ചെയ്യേണ്ടി വരും. അപ്പോൾ കാരണം എൻ്റെ ഫുഡും ഇതൊക്കെ വേറെയാണ്, ഡയറ്റ് ഫുഡാണ്. അവർ വയ്ക്കുന്ന ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ അവരോട് മാക്സിമം സപ്പോർട്ടീവ് ആണ്. എന്തായാലും ഞാൻ ചെയ്യുന്ന പ്രകൃതിക്ക് അവർ സപ്പോർട്ട് ചെയ്തല്ലേ പറ്റുള്ളൂ. പക്ഷേ അത് അവരെ കുറ്റാടിയാൻ പറയുന്നില്ല. ഒരു പ്രായം കഴിഞ്ഞും ഞാൻ വീണ്ടും ഇത് തന്നെ ചെയ്യുമ്പോൾ അവരെ സംബന്ധിച്ച് എന്ന് നിർത്തും. കാരണം അവർക്ക് നോർമൽ ഇതിനകത്ത് ഈ ഫുഡ് എനിക്ക് കഴിക്കാൻ പറ്റുന്ന അവസ്ഥ, അല്ലെങ്കിൽ മറ്റുള്ള വീട്ടിലെ ആക്ടിവിറ്റീസിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റുന്ന അവസ്ഥ. ഇതിപ്പോൾ ഞാൻ രാവിലെ 2 മണിക്കൂറും വൈകുന്നേരം 2 മണിക്കൂറൊക്കെ പ്രാക്ടീസ് കഴിഞ്ഞാൽ മറ്റുള്ള കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും എൻ്റെ ബോഡിക്ക് ഒരുപാട് റെസ്റ്റ് ആവശ്യമുണ്ട്. അപ്പോൾ എനിക്ക് വീട്ടിൽ പല കാര്യങ്ങളും ചെയ്യാൻ സമയം കിട്ടുന്ന വരില്ല. തീർച്ചയായിട്ടും ഒരു പ്രൊഫഷണൽ സ്പോർട്സ്മാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാണത്. അപ്പം അത് ഈ ഏജിലും ഞാൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും വീട്ടുകാർക്ക് അത്ര താല്പര്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ കുഴപ്പമില്ല, അത്യാവശ്യം സപ്പോർട്ടൊക്കെ ഉണ്ട്. ഫാമിലിയിൽ കുട്ടികൾ എനിക്ക് 3 പേര്. മൂത്ത 2 പെൺകുട്ടികൾ. മൂത്ത മകള് മരിയ എഞ്ചിനീയറിംഗ് സിവിൽ ഫൈനൽ ഇയർ പഠിക്കുന്നു. രണ്ടാമത്തെ മകള് BArc സെക്കൻഡ് ഇയർ ട്രിവാൻഡ്രം CET-ൽ. മോൻ +2 പഠിക്കുന്നു, ഫൈനൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നു. അവരെ ഇത്തരത്തില് ഒരു ആരോഗ്യരംഗത്തേക്ക് പരമാവധി ഒരു അവയർനെസ് കൊടുത്തുകൊണ്ടാണ് അവര് എൻ്റെ ഭക്ഷണശീലവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് തീർച്ചയായിട്ടും അവർ അവെയറാണ്. പക്ഷെ അവരുടെ പഠിത്തവും തിരക്കും കാരണം അവർക്ക് കൂടുതൽ മകൻ അത്ലറ്റാണ്, ഫുട്ബോൾ കളിക്കാൻ പോകും. സ്കൂൾ തലത്തിൽ അവന് ഒരുപാട് പ്രൈസുകൾ കിട്ടിയിട്ടുണ്ട് അത്ലറ്റിക്സിനൊക്കെ. പക്ഷെ ഒരു കോമ്പറ്റീഷൻ രംഗത്തേക്ക് അങ്ങോട്ട് മുകളിലേക്ക് വരാനുള്ള സമയവും അതിന് വേണ്ടിയിട്ട് ശ്രമിക്കാനുള്ള സമയമൊന്നും അവർ സ്കൂളുകാർ കൊടുക്കില്ല. പഠിത്തത്തിലാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. അത് ശരി. അപ്പം ഇനി എന്താണ് ഈ ന്യൂ ജനറേഷനോട് ഒരു മെസ്സേജ് എന്തെങ്കിലും കൊടുക്കാനുണ്ടോ? ന്യൂ ജനറേഷൻ എന്നല്ല, എല്ലാ ജനങ്ങൾക്കും കൊടുക്കാനുള്ള മെസ്സേജ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് മിനിമം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരം ഫിസിക്കൽ അധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്.
അതിന് നിങ്ങൾ തീർച്ചയായിട്ടും മിനിമം 1 മണിക്കൂറെങ്കിലും നമ്മൾ ആരോഗ്യമായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മണിക്കൂറുകൾ ആശുപത്രിയിൽ പോയി ചെലവഴിക്കാതെ അത് ടെൻഷൻ അടിച്ച് നമ്മുടെ കാശും കളഞ്ഞ് ആശുപത്രിയിൽ പോയി ചെലവഴിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഒരാഴ്ചയിൽ ഒരു 4-5 ദിവസം 1 മണിക്കൂറെങ്കിലും ഏതെങ്കിലും വിധത്തിലുള്ള ഫിസിക്കൽ അധ്വാനം. ഞാൻ ജിമ്മിൽ പോകണമെന്ന് ഞാൻ തീർത്ത് പറയണില്ല. ഏതെങ്കിലും വിധത്തിലുള്ള ഫിസിക്കൽ, അത് നമ്മൾ പറമ്പിൽ വർക്ക് ചെയ്താലും മതി. പക്ഷെ അത് അറ്റ് എ ടൈം പെട്ടെന്ന് പോയി നമ്മൾ ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരീരം മസിലൊക്കെ വേദന. അത് ഒരു സ്ലോയിൽ ഗ്രാജുവലി ചെയ്യേണ്ട പ്രോസസ്സാണ്. ഒരു എന്ത് ഫിസിക്കൽ വർക്ക് ആയാലും വളരെ ഗ്രാജുവലി ആണ് ഇമ്പ്രൂവ് ആവും. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ പിടിക്കും നമ്മുടെ മസിലുകളെല്ലാം ട്യൂൺ ചെയ്ത് വരണമെങ്കിൽ. ഏത് വർക്കായാലും, തൂമ്പളിക്കുന്നായാലും മുറ്റോടിക്കുന്നായാലും എന്തായാലും. അപ്പോൾ എന്ത് ഫിസിക്കൽ അധ്വാനം ചെയ്യുന്നാലും പൊതുജനത്തിന് അടിക്ക് കൊടുക്കാനുള്ള ഫിസിക്കൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഏത് ഫിസിക്കൽ അധ്വാനവും ശരീരത്തിന് ആരോഗ്യം പ്രദാനം ചെയ്യുള്ളൂ. ഒരിക്കലും ആരോഗ്യം നശിപ്പിക്കുകയല്ല, ആരോഗ്യം പ്രദാനം ചെയ്യുള്ളൂ. അതിന് നമുക്ക് ഒരു കൂടുതൽ നന്നായിട്ട് ചെയ്യണമെന്നുള്ളവർക്ക് ഹെൽത്ത് ക്ലബ്ബുകളിലൊക്കെ പോകുന്നത് നല്ലതാണ്. അല്ലാത്തവർ എന്തെങ്കിലും അധ്വാനം എന്ന് പറയുന്നത് അത് പറമ്പിൽ പണിയായാലും അല്ലെങ്കിൽ എക്സസൈസ് വ്യായാമത്തിന്റെ രൂപത്തിലായാലും മസിലുകൾ കുറച്ച് കിതച്ച് ശരീരം ഹാർട്ട് കിതച്ച് വർക്ക് ചെയ്യണം. ഹാർട്ട് നന്നായിട്ട് കിതക്കണം. നമ്മൾ ശ്വാസം വലിക്കാൻ ബുദ്ധിമുട്ട് കാണിക്കണം. അങ്ങനെ കിതച്ച് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റം നല്ല സ്ട്രോങ് ആവും. എത്ര കിതപ്പുള്ളവനായാലും കുറച്ച് ഒരു മാസമൊക്കെ ത്രൂ ഔട്ട് പതുക്കെ ഗ്രാജുവേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രെങ്ത് പതുക്കെ കൂടി വരും. ഹാർട്ട് പേഷ്യൻസിനും ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു പലരും ഇവിടെ മെഡിക്കൽ ഫീൽഡ് അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. തീർച്ചയായിട്ടും അതെ, അത്തരം മേഖലയിൽ നമുക്ക് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഈ ഹാർട്ട് പേഷ്യന്റ് എപ്പോഴും ഹാർട്ട് പേഷ്യന്റ് ആയിട്ട് അവൻ ജീവിതകാലം തള്ളിയേക്കാണ്. അല്ലെങ്കിൽ ഡയബറ്റിക് പേഷ്യന്റ് ആയിട്ട് തന്നെ അവൻ കീഴോട്ടാ പോകുന്നത്. തീർച്ചയായിട്ടും എന്റെ ജിമ്മിൽ ഒത്തിരി പേര് ഡയബറ്റിക് ആയിട്ടുള്ളവരും BP കൊളസ്ട്രോളൊക്കെ ഉള്ളവർ വരുന്നുണ്ട്. അവർ 1 മാസം കഴിഞ്ഞാൽ അവർ നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. അവരെ സംബന്ധിച്ചോളം അവർക്ക് ഈ രോഗത്തിനെ കുറിച്ച് ബോധേണ്ട ആവശ്യമേ ഇല്ല. ഇഷ്ടംപോലെ സാധാരണ ഭക്ഷണം കഴിക്കാം. പക്ഷെ അവർ ഒരു 1.5 മണിക്കൂർ നല്ല ഹാർഡ് വർക്ക് ചെയ്യും അവിടെ. നന്നായിട്ട് ചെയ്ത് ഏത് ഏജിലും നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യാം. അതൊരു തെറ്റിദ്ധാരണയെ പറ്റില്ല എന്നുള്ളത്. പക്ഷെ അതൊരു 1-2 ആഴ്ച അല്ലെങ്കിൽ 1 മാസം വരെ പിടിക്കും നമ്മൾ അത്രയും ലെവലിൽ എത്താനായിട്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് വരുമ്പോഴേക്കും. അത് കഴിഞ്ഞാൽ എത്ര കാലം നമ്മൾ അങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു അത്രയും കാലം നമ്മുടെ ബോഡി ഫിറ്റ് ആയിരിക്കും. ഒരു അസുഖങ്ങളും നമ്മളെ ബാധിക്കില്ല. അതിനെക്കുറിച്ച് യാതൊരു ബോധനത്തിന്റെ ആവശ്യമില്ല. ഒരു മരുന്നുകളും വേണ്ട, നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും വേണ്ട. ഇവർക്ക് പറയാൻ പറ്റും നമുക്ക് ഒരു ഡയറ്റിങ്ങിനെ കുറിച്ച് ഒരു ഡെയിലി ഫോളോ ചെയ്യാവുന്ന ഒരു സിസ്റ്റത്തെ കുറിച്ച് എന്തെങ്കിലും? നമ്മളിപ്പോൾ കഴിക്കുന്ന ഭക്ഷണ രീതി എന്ന് പറഞ്ഞാൽ അതായത് ഏറ്റവും മോശമായ ഭക്ഷണ രീതിയാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ മനസ്സിൽ വരുന്നത് ചോറ് അല്ലെങ്കിൽ അരി ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ എത്ര വർക്ക് ചെയ്യുന്നുണ്ടോ അതിനുള്ള ഫ്യൂവൽ, അതിനുള്ള എനർജി കണ്ടെത്താനുള്ള സോഴ്സാണ്. ആ വർക്ക് ചെയ്യുന്നതിന്റെ ശരിക്കും വണ്ടിയിൽ പെട്രോൾ അടിക്കുന്നതിന് പകരമാണ് അരി ഭക്ഷണം കഴിക്കുന്നത്. അരി ഭക്ഷണം അല്ലെങ്കിൽ ധാന്യഭക്ഷണം ഏതായാലും. അപ്പോൾ അരി ഭക്ഷണം കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്ലേറ്റ് ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ 2-3 മണിക്കൂറെങ്കിലും കഠിനാധ്വാനം ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മൾ. ഇല്ലെങ്കിൽ ഇത് ബാക്കി വരുന്ന ഊര് നമ്മുടെ ശരീരത്തിൽ ഫാറ്റായിട്ട് അടിഞ്ഞുകൂടി നമ്മളെ രോഗികളാക്കി മാറ്റും കുറേ കാലം കൊണ്ട്. അതുപോലെ തന്നെ ഓയിലിന്റെ ഉപയോഗം, നമ്മൾ ഇവിടെ വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ മറ്റുള്ള ഓയിലുകൾ ഉപയോഗിക്കാതെ ഒരു ഭക്ഷണം ഉണ്ടാക്കുന്നില്ല. അത് വളരെ മെലിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് മാത്രം വേണ്ടിയുള്ള സാധനമാണ് ഓയിൽ. അല്ലാതെ അത്യാവശ്യം വണ്ണവും അല്പം വയറൊക്കെ ഉള്ള ആളുകൾ ഓയിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് വിഷം ഉപയോഗിക്കുന്നതിന് തുല്യമാണ് ഞാൻ പറയുന്നത്. കാരണം തീർച്ചയായിട്ടും നിങ്ങളുടെ ഹാർട്ടിന് ദൂഷ്യം ചെയ്യുന്ന സാധനങ്ങളാണ് അതൊക്കെ. ഓയിലും അതുപോലെ തന്നെ അനാവശ്യമായ ഷുഗറും ഹൈ കലോറിയാണ്. അത് പെട്ടെന്ന് ബ്ലഡിലേക്ക് കയറും, പെട്ടെന്ന് ഫാറ്റി ആക്കും, നമ്മുടെ ശരീരത്തിന് ദൂഷ്യമാണ് വരുന്നത്. അപ്പൊ പരമാവധി ഡയറക്റ്റ് ഷുഗർ ഇട്ടുള്ള സാധനങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. ഓയിലിന്റെ അംശം കുറയ്ക്കുക. അരി ഭക്ഷണം കുറച്ചിട്ട് അതിന് പകരം പഴവർഗ്ഗങ്ങളും അതിൽ പച്ചക്കറികളും ഉപയോഗിക്കാൻ പഠിക്കുക. രണ്ടാമത് അത് പരമാവധി ജൈവമാക്കി എടുക്കാൻ നോക്കുക. നമ്മൾ സ്വന്തം കൃഷി ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും. അത് ഒരു പച്ചക്കറികളും പ്രത്യേകിച്ച് പഴവർഗ്ഗങ്ങൾ, നമ്മുടെ പപ്പായ അല്ലെങ്കിൽ പേരയ്ക്ക അല്ലെങ്കിൽ ചക്ക, മാങ്ങ, ഇതൊക്കെ ലോകത്തിലെ ഏറ്റവും റിച്ച് ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആണ്. തീർച്ചയായിട്ടും നമ്മൾ ഇതിന്റെ വില നമുക്ക് അറിയില്ല. ചക്കക്കുരു എന്ന് പറഞ്ഞാൽ ചക്കയുടെ കുരു ഉണ്ടല്ലോ, അതൊരു എന്റെ അഭിപ്രായത്തിൽ 5 ബദാമിന് തുല്യമാണ്. അത്രത്തോളം പ്രോട്ടീൻ റിച്ച് ആണത്. അതും ഒരു മാലിന്യവും ഇല്ലാത്ത സാധനമാണ്. വിഷം ഒന്നുമില്ലാതെ, പക്ഷെ നമുക്കതിന്റെ വാല്യൂ അറിയില്ല. പക്ഷെ അമേരിക്കയിലായിരുന്നെങ്കിൽ നമ്മൾ 10 രൂപ കൊടുത്ത് പറഞ്ഞാൽ വാങ്ങിച്ചാൽ ഇവിടെ നമ്മളവിടുന്ന് ബദാം വാങ്ങിച്ച് വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങിക്കാം. ഇത് എന്നിട്ട് നമ്മൾ എറിഞ്ഞു കളയും. അതെ, തീർച്ചയായിട്ടും. അല്ല, ഇന്ന് കുറെയൊക്കെ പഴമയിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യത്തിലേക്ക് ജനം ബോധവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നു. ബോധവൽക്കരിക്കപ്പെട്ടേ പറ്റൂ, ഇല്ലെങ്കിൽ നമ്മൾ നാശത്തിലേക്ക് പോകുള്ളൂ. ഒരു സംശയമില്ല അതിനകത്ത്. നമ്മൾ ഇതിന് തിരിച്ച് നമ്മൾ പഴയ രീതിയിലേക്ക് ജീവിത രീതിയും ശരീരാധ്വാനവും ഭക്ഷണ രീതി തീർച്ചയായിട്ടും ഈ പറഞ്ഞ ഇന്ന് കഴിക്കുന്നത് മാറ്റിയിട്ട് നമ്മൾ ടേസ്റ്റിന്റെ പിന്നാലെ പോകാതെ നമുക്ക് ശരീരത്തിന് എന്തൊക്കെ വേണമെന്ന് അറിഞ്ഞ് അതിന് പറ്റും ഒരു ഡയറ്റീഷ്യൻ എന്ന് ഞാൻ പറഞ്ഞാൽ ഇതിനെക്കുറിച്ച് അറിവുള്ള ഹെൽത്ത് ക്ലബ്ബുകളിൽ ഇഷ്ടംപോലെ നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകളുണ്ട്.
ഒരു ഡയറ്റീഷ്യനെ പോയി കാശ് കൊടുത്ത് കാണണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളെ പോയി കണ്ട് നമ്മൾ എന്തൊക്കെ കഴിക്കാം, നമ്മുടെ ശരീരത്തിന് എന്തൊക്കെയാണ് ചേരുന്നത് ആവശ്യമുള്ളതെന്ന് അന്വേഷിച്ചിട്ട് അത് വെച്ചിട്ട് അതനുസരിച്ച് ഒരു കുറേയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറേ ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സാർ, അപ്പം എന്തായാലും ഈ പ്രായത്തിനുള്ളിൽ അസൂയാവഹമായുള്ള പുരോഗതി ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുന്നിൽ അത് ഈ പ്രായത്തിൽ യുവപ്രസരിപ്പോടുകൂടി ഇത്രയും അച്ചീവ്മെന്റ് നേടിയ പീറ്റർ ജോസഫ് എന്ന അദ്ദേഹത്തിന് ഇനിയും ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാനായിട്ട് കഴിയട്ടെ എന്ന് ഞങ്ങളും ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം.